എന്നത് എനിക്കറിയാം, എന്നെ കളിയാക്കിയാണെന്നൊക്കെ എനിക്കറിയാം. കയ്യിൽ വെച്ചിരുന്നാൽ കേട്ടാ. ദൈവമേ, സുനാമിയാണോ? നാളെ ന്യൂസുകാരെല്ലാം പറയും വ്ളോഗർ തേങ്ങ വീണ് ചത്തത്. ചേച്ചി എങ്ങനെയാണ് UK പോയെന്നാണേ? ഫ്ലൈറ്റിൽ, അല്ലാതെ അങ്ങനെ. എന്താ? അത് തന്നെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച അതേ സംഭവം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഗതി എന്ന്, അല്ലേ? എന്താ? അത് തന്നെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച അതേ സംഭവം തന്നെയാണ്. നമ്മളൊരു 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, Q&A. അപ്പോൾ Q&Aയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ പറയാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഇവിടെയൊക്കെ കാറ്റുണ്ടോ? ഇവിടെ ഭയങ്കര കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആടിക്കാറ്റെന്നോ ഓണക്കാറ്റെന്നോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഭയങ്കര കാറ്റാണ്. ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ ഒരു തെങ്ങുണ്ട്. തേങ്ങ വന്ന് Q&Aയുടെ ഇടയ്ക്ക് തേങ്ങ വന്ന് തലയിൽ വീഴുവാണെങ്കിൽ നാളെ ന്യൂസുകാരെല്ലാം പറയും വ്ളോഗർ തേങ്ങ വീണ് ചത്തത്. നമ്മുടെ ഈ Q&Aയിൽ ഇപ്പോൾ നമുക്ക് 1,60,60,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. 1,59,000 സംതിങ് ആയപ്പോഴാണ് ഞാനിപ്പോൾ ഈ Q&A എടുക്കുന്നത് കേട്ടോ. 1,00,000 സബ്സ്ക്രൈബേഴ്സിന് അകത്ത് നമ്മൾ 2 Q&A എടുത്തു. അപ്പോൾ അന്ന് ഒരുപാട് പേര് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആ ക്വസ്റ്റ്യൻ ആൻസർ അല്ല നമ്മൾ 2 Q&A ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ, അതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഈ Q&Aയിൽ ഉണ്ടാവില്ല കേട്ടോ. പുതിയ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, പഴയ ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ വ്യത്യസ്തമായിട്ടുള്ള കേൾക്കാൻ കൊള്ളാവുന്നുള്ള, കുറച്ച് കൊള്ളാവുന്നുള്ള, എല്ലാ ക്വസ്റ്റ്യനും നല്ലതാണ് എങ്കിൽ കൂടി 2 Q&Aയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെയും വായിച്ച് അത് പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കാണാത്തവർ ആ Q&A കാണാത്ത ആളുകൾ ദയവ് ചെയ്ത് ആ 2 Q&A കൂടെ കണ്ടിട്ട് വേണം ഈ Q&A കാണാൻ കേട്ടോ. ഞാൻ ആരുടെയും പേര് മെൻഷൻ ചെയ്ത് പറയുന്നില്ല, അതെല്ലാവർക്കും വിഷമാവും കേട്ടോ. അതുകൊണ്ട് ഒരാളിൻ്റെയും പേര് പറയുന്നില്ല. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നു എൻ്റെ പേരെങ്കിലും പറയണമെന്ന്. പക്ഷേ അത് അറിയാമല്ലോ, നമുക്ക് ഒരാളുടെ പേര് പറഞ്ഞാൽ വേറൊരാളുടെ പേര് പറഞ്ഞില്ല എന്നുള്ളൊരു ഇത് വരും. അതുകൊണ്ട് മാത്രം പേര് പറയുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എത്ര മക്കളാണ് രാജിയുടെ അച്ഛനും അമ്മയ്ക്കും രാജി മോളെ കൂടാതെ? ഒരു ചേച്ചിയെ കാണിക്കുമായിരുന്നല്ലോ UK-കാരി, അത് സ്വന്തം ചേച്ചിയാണോ എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾ 2 മക്കളാണ്. ഒന്ന് ഞാനാണ് ഇളയത്, ചെറുതല്ല, ഇപ്പം മുട്ടക്കട്ടായെങ്കിലും 2 പേരിൽ ചെറുത് ഞാനാണ്. പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി UK-യിൽ നഴ്സാണ് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കുഞ്ഞൊക്കെ UK-യിൽ നിന്ന് വന്ന സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ പോയിട്ടുള്ള ഒരുപാട് ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് പ്രൊമോഷൻ ഞാൻ തന്നെ ചെയ്യണ്ടേ എൻ്റെ ചാനലിൽ, അതുകൊണ്ട് പറഞ്ഞാണേ. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലേ? എവിടെയാണ് ചേച്ചിയുടെ വീട്? പേരെന്ത്? എൻ്റെ പേരാണോ? എൻ്റെ പേര് പോലും അറിയാതാണ് നിങ്ങൾ ചാനൽ വീഡിയോ കാണുന്നത്. അമ്മയുടെയും അച്ഛൻ്റെയും മോൻ്റെയും മോളുടെയും പേരെന്ത്? അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് രാജി എന്നാണ് കേട്ടോ. എവിടെയാണ് വീട് എന്നാണ് ആ ക്വസ്റ്റ്യൻ തന്നെ കൂടെ ഉള്ളതാണ്. എവിടെയാണ് വീട്? സ്വന്തം സ്ഥലം തിരുവനന്തപുരത്ത് വിതുര എന്ന് പറയും, അവിടെയാണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലം. പക്ഷേ ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ് കേട്ടോ, ആയൂരാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. അമ്മയും അച്ഛനും ഇവിടെ റബ്ബർ ടാപ്പിംഗ് ആണ്. അപ്പോൾ ഞാനും മക്കളും അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ്. കണ്ണൻ അടൂരാണ്. കണ്ണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് കേട്ടോ. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? അമ്മയുടെയും അച്ഛൻ്റെയും മോൻ്റെയും മോളുടെയും പേര്. മോൻ്റെ പേര് കാർത്തിക് എന്നാണ്, മോളുടെ പേര് ശീതൾ നന്ദ, ശീതൂട്ടി എന്ന് വിളിക്കും. മോനെ നമ്മൾ ഫുക്രു എന്ന് വിളിക്കും കേട്ടോ. അത് അവനിഷ്ടമല്ല, അതെൻ്റെ ചേച്ചി കുഞ്ഞായിരുന്നപ്പോൾ അവനിട്ടൊരു പേരാണ് ഫുക്രു. അവൻ്റെ യഥാർത്ഥ പേര് കാർത്തിക് എന്നാണ്. അമ്മയുടെ പേര് അംബിക, അച്ഛൻ്റെ പേര് നടേശൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിതുരയിൽ എന്തെങ്കിലും സ്ഥിരമായിട്ട് താമസിക്കാൻ വരുമെന്നാണ്. ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല. താമസിക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അവിടെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, അപ്പോൾ അവിടെ അത് വിറ്റിട്ട് പുട്ടടിക്കണമെന്നല്ല കേട്ടോ, അതല്ല ഏറ്റവും വലിയ ആഗ്രഹം. ആ സ്ഥലത്ത് ഒരു കുഞ്ഞു വീടെങ്കിലും സ്വന്തമായിട്ട് വയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവിടെ ഉള്ള വീട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടേതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ജനിച്ചു വളർന്ന സ്ഥലമാണെങ്കിൽ പോലും അച്ഛൻ്റെ അമ്മയുടേതാണ് ആ സ്ഥലം. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് സ്ഥലം ഒന്നും ഇതുവരെ ഇല്ല. എല്ലാവരുടെയും ആഗ്രഹങ്ങളായിരിക്കും, എല്ലാവരുടെയും ആഗ്രഹമാണ്, മനുഷ്യനായിട്ട് പറഞ്ഞ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു സെൻറ്റ് ഭൂമിയെങ്കിലും സ്വന്തമായിട്ട് വേണം പേരിൽ എന്നത്. എൻ്റെയും ആഗ്രഹം അതാണ്. ഞാനിതിവിടെ പറയാൻ കാരണം, ഇത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലുമൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛമ്മയോ എൻ്റെ അമ്മയോ ആരെങ്കിലുമൊക്കെ എനിക്ക് വല്ല എഴുതി തന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ല കേട്ടാ, അവിടെ നിന്നല്ല പറഞ്ഞത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു കുഞ്ഞു വീടെങ്കിലും, എന്ന് വെച്ചാൽ വലിയ വീടൊന്നും വേണ്ട കേട്ടോ. എനിക്കിങ്ങനെ വലിയ വീട് വേണം, അല്ലെങ്കിൽ 2 നിലയുള്ള വീട് വേണം, ടെറസ് വീട് വേണം, അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ഓടിട്ട വീടാണെങ്കിലും ഒരു ഓലയിട്ട വീടാണെങ്കിലും കുഞ്ഞു വീടായിരിക്കണം. ഒരു 2 റൂമും ഒരു കുഞ്ഞി അടുക്കളയും.
ഒരു കുഞ്ഞ് സിറ്റൗട്ട്, കാരണം നമ്മൾ വൈകിട്ട് ചായ കുടിയുടെ ആൾക്കാരാണല്ലോ, അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി, പിന്നെ ഒരു ടോയ്ലറ്റ്, അത്രയും മതി കേട്ടോ. അപ്പോൾ അത് അങ്ങനെ സ്വന്തമായിട്ട് വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമായിരിക്കും എന്നെങ്കിലുമൊക്കെ, ചിലപ്പോൾ എൻ്റെ മക്കൾ വലുതാകുമ്പോൾ അവർ വഴി നടക്കുമായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല വിതുര വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട്. കാരണം ആ വീട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പോയിരിക്കുന്ന വീടാണ്. പുറമേന്ന് കാണുന്ന ആ ഒരു സൗന്ദര്യം മാത്രമേ ആ വീടിനുള്ളൂ. ആ വീട് എൻ്റെ അച്ഛൻ്റെയൊക്കെ കുഞ്ഞുനാൾ മുതലുള്ള വീടാണ് കേട്ടോ ആ വീട്. അതും നമ്മളിങ്ങനെ സിമൻറ്റ് വെച്ച് തേച്ച് വെച്ചൊക്കെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സിമൻറ്റ് കട്ടയല്ല, നമ്മുടെ പണ്ടത്തെ മൺകട്ട, മണ്ണിങ്ങനെ നമ്മൾ എടുത്ത് കുഴച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന വീടുണ്ടല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിക്കുന്ന വീടാണ്. അതിൻ്റെ അകം നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വിള്ളൽ വീണിരിക്കുകയാണ്. അപ്പോൾ വലിയ മഴയും കാറ്റൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഡേഞ്ചറാണ്. എപ്പോഴാണ് എല്ലാം കൂടെ പൊട്ടി വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കാത്തതിൻ്റെ റീസൺ അതൊന്നുമല്ല, ജോലിയില്ലാതെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നിലവിൽ പ്ലാനിങ് ഇല്ല, എന്തെങ്കിലും വരുമായിരിക്കും. അടുത്ത നമ്മുടെ ക്വസ്റ്റിനും ഏകദേശം വിതുരയിലത്തെ വീടിൻ്റെ കുറിച്ച് തന്നെയാണ്. ചേച്ചി അന്ന് ക്ലീൻ ചെയ്യാൻ പോയ അമ്മയുടെ വീടില്ലേ, ആരും താമസിക്കുന്നില്ല എന്ന് പറഞ്ഞത്, അവിടെ പോയി താമസിച്ചൂടെ? ഇതിനേക്കാൾ നല്ല വീടും സ്ഥലവും അതല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്ഥലം അതാണ്, ജനിച്ചു വളർന്ന സ്ഥലം അതാണ്. അപ്പോൾ അവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്. കാരണം നാട്ടുകാരെയും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും, റിലേറ്റീവ്സ് എല്ലാവരും അവിടെയാണ്. നമ്മുടെ ആ വിതുര ചേന്നമ്പാറ അവിടെയാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ അവിടെ ചെന്ന് നമുക്ക് നാട്ടുകാരുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, വല്ലതും തിന്നണ്ടേ, അതിന് ജോലി വേണം. അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് ജോലിയില്ല. അവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്ഥലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് റബ്ബർ എന്നുള്ള സ്ഥലം, റബ്ബർ ഉണ്ടെങ്കിൽ പോലും ഒരു 50-100 നമുക്ക് അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ റബ്ബർ വെട്ടാൻ. ഇതുപോലെ ഒരു 500-1000 മരം ഒരുമിച്ച് അവിടെ നമുക്ക് കിട്ടൂല റബ്ബർ വെട്ടാൻ. പിന്നെ അവിടെ എൻ്റെ അമ്മയച്ഛൻ നിന്നപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒത്തിരി കടമുണ്ടായിരുന്നു, ഒരുപാട് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. ചേച്ചിയെ പഠിപ്പിച്ചതും ജോലി കിട്ടിയ അതും പിന്നെ ചേച്ചിയുടെ കല്യാണം, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും അച്ഛനും ഇപ്പോഴത്തെ റബ്ബർ വെട്ട് ഈ ആയൂര് എൻ്റെ കണ്ണം മേടിച്ചു കൊടുത്ത റബ്ബർ വെട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് അമ്മയും അച്ഛനും റബ്ബർ വെട്ടി തുടങ്ങിയതിന് ശേഷമാണ് അവരുടെ കടങ്ങൾ ഏറെക്കുറെ തീർന്നത്. പിന്നെ ചേച്ചി സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് എല്ലാ മാസവും ലോൺ അടയ്ക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കടങ്ങൾ ഏകദേശമൊക്കെ തീർന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒന്നും ആകാണ്ട് അവിടെ പോയി നിന്നാൽ പിന്നെയും ജോലി ഇല്ലാണ്ട് അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതെനിക്ക് മിക്ക വീഡിയോയ്ക്കും വരുന്ന കമൻറ്റാണ്, എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല എന്നുള്ളത്. അവിടെ നിൽക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, അവിടെ ജോലിയില്ല, നിന്നിട്ട് കാര്യമില്ല. ആകെ ഉള്ളത് അച്ഛനൊരു ഓട്ടോറിക്ഷയാണ്. പക്ഷേ അവിടെയെന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ സകലമാന പിള്ളേരുടെ കയ്യിലും ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ നിറയെ വണ്ടികളാണ്. അപ്പോൾ അച്ഛനെ ഈ ഓട്ടോ എടുത്ത സമയത്ത് കുറച്ച് വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഓട്ടം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളൊന്നും അവിടെ പോയിട്ട് കാര്യമില്ല, നമുക്ക് ഓട്ടം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പോയി നിൽക്കാണ്ട് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെയൊക്കെ ആൻസർ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ Q&Aയിൽ പറഞ്ഞാണ്, എന്നാലും പോട്ടെ, സാരമില്ല, ഒന്നും കൂടെ പറയാം. കാരണം ഒരു 60,000 പേര് പിന്നെ നമ്മുടെ പുതിയ ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് കൂടെ വേണ്ടി നമ്മൾ പറയണമല്ലോ. ഏത് ക്ലാസ് വരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ +2 വരെ ഞാൻ പഠിച്ചു. +2 കഴിഞ്ഞിട്ട് ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചു. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതിൽ തന്നെ ഉള്ളതാണ്, അവരിങ്ങനെ നമ്പർ ഇട്ട് ചോദിച്ചിട്ടുണ്ട്, കണ്ണൻ്റെ വീട്ടുകാരെ കാണിക്കുമോ എന്ന്. കണ്ണൻ്റെ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പില്ല, 2 പേര് മരിച്ചുപോയി. പിന്നെ കണ്ണൻ്റെ വീട്ടുകാരെന്ന് പറയാൻ കണ്ണന് 2 ചേച്ചിമാരും ഒരു സഹോദരനാണ് ഉള്ളത്. അവരിവിടെയല്ല, തിരുവനന്തപുരത്താണ്. തീർച്ചയായിട്ടും അവിടെ പോവുകയാണെങ്കിൽ ഞാൻ അവരുടെ വീഡിയോ കാണിക്കാം കേട്ടോ, അവരെ കാണിക്കാം, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് ആരെയും നിർബന്ധിച്ച് നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റില്ല, അറിയാമല്ലോ, സോഷ്യൽ മീഡിയ ആണ്. അപ്പം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അച്ഛൻ്റെ കുടുംബം അമ്മയുടെ കുടുംബം അങ്ങനെയൊക്കെ ചോദിച്ചാൽ, അച്ഛൻ്റെ കുടുംബം അമ്മയുടെ കുടുംബം എന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, നമ്മൾ തിരുവനന്തപുരംകാരാണ്, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും. കുടുംബം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കുടുംബം ആന്നാടോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ്. അങ്ങനെയൊന്നും നിങ്ങൾ ചോദിക്കില്ല, എനിക്ക് അതൊന്നും പറഞ്ഞൂടാ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ചേച്ചിക്ക് എന്താണ് ജോലി എന്ന്. ഇതൊക്കെ തന്നെയാണ് ജോലി, പ്രത്യേകിച്ച് ഒരു ജോലിയില്ല മക്കളെ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജോലി. എനിക്കങ്ങനെ ജോലി എന്ന് പറയാൻ നിലവിലില്ല. ഇത് യൂട്യൂബ് വീഡിയോ എടുക്കൽ, പോസ്റ്റ് ചെയ്യൽ, എഡിറ്റ് ചെയ്യൽ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജോലി. ചറവറ സംസാരിക്കൽ, വീട്ടുകാർക്ക് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കൽ, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ണൻ്റെ പൈസ പിടിച്ച് കളയരുതല്ല, കളയൽ, ഇതൊക്കെയാണ് എൻ്റെ പ്രധാന ജോലികൾ. പിന്നെ ഞാൻ ജോലിക്ക് ഒരുപാട് പോയിട്ടുണ്ട്, വീട്ടു ജോലിക്ക് വരെ പോയിട്ടുണ്ട് കേട്ടോ. അത് പറയുന്നതിന് നമുക്ക് തെറ്റൊന്നുമില്ലല്ലോ, നാണക്കേട് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. സാഹചര്യങ്ങൾ തലയിൽ തേങ്ങ വീഴുമ്പോൾ മിക്കവാറും മാറും. അയ്യോ, ഹെൽമെറ്റ് വെക്കേണ്ടിയിരിക്കുന്നു, നല്ല കാറ്റാണ്. സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്, ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട്. ചിട്ടി ഫണ്ടൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ ചിട്ടി കമ്പനികളെല്ലാം 10 നിലയിൽ പൊട്ടിയതുകൊണ്ട് അങ്ങനെയുള്ള ജോലികൾ പോയി, നാട്ടുകാരുടെ വായിക്കുന്ന തെറി കേട്ടു. പിന്നെ ഇപ്പോൾ നിലവിൽ ജോലിയില്ല കേട്ടോ, ഇപ്പോൾ യൂട്യൂബ് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് എപ്പോഴാണ് തോന്നിയത്? കടം കയറി നിൽക്കളില്ലാതായപ്പോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെ നന്നായിട്ട് വളർത്താനും ഭക്ഷണത്തിന് വേണ്ടിയും കിടപ്പാടത്തിന് വേണ്ടിയിട്ടും പിന്നെ മറ്റൊരാളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കാതെ അല്ലെങ്കിൽ കൈ നീട്ടാൻ പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ അമ്മയ്ക്കും അച്ഛനും റബ്ബർ വെട്ടാണ്, എൻ്റെ ഹസ്ബൻഡ് കണ്ണനും റബ്ബർ വെട്ടാണ്. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് കേരളത്തിൽ മഴ ഒഴിഞ്ഞൊരു ദിവസമില്ല. പിന്നെ മഴ തോർന്ന് നിൽക്കുന്ന സമയത്ത് റബ്ബർ ടാപ്പിംഗ് നിർത്തിയിടുന്ന സമയമായിരിക്കും.
അപ്പോൾ അങ്ങനെ എന്തു പറയാനാണ്, പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആഗ്രഹിച്ചെങ്കിലും പറ്റിയില്ല. അന്ന് നമുക്ക് ചെറിയ രീതിയിൽ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യമില്ലല്ലോ, പിന്നെ സമയമില്ലായ്മ അതൊക്കെ കൊണ്ട് തുടങ്ങിയില്ല. ഇപ്പോൾ പിന്നെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കില്ല, ഇഷ്ടം പോലെ സമയമുണ്ട്, പിന്നെ കയ്യിലോട്ട് പൈസയില്ല. അങ്ങനെയുള്ളത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ, ആരും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, എൻ്റെ കാര്യം പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു കുഞ്ഞ് വരുമാനം കിട്ടിയാൽ കണ്ണനെയും അമ്മയും അച്ഛനെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാം. നമുക്കൊരു സേവിങ്സ്, അല്ലെങ്കിൽ നമുക്ക് ഒരു പൊട്ടോ ചാന്തോ എന്തോ ശബ്ദം കേട്ടോ, ഞാൻ പന്നിയായിരിക്കുന്നു, ഒരു വളയോ പൊട്ടോ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ അവർ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. കാരണം അവർക്ക് ലോണായാലും കറണ്ട് ബില്ലായാലും അല്ലാതുള്ള കടങ്ങളായാലും മക്കളുടെ പഠിത്തമായാലും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അതിന് കൂടെ നമ്മുടെ കാര്യങ്ങളും കൂടെ ചെന്ന് ചോദിക്കുന്ന ഒരു പരിധിയുണ്ട്. അവർ ചോദിച്ചാൽ തരും, എങ്കിൽ കൂടി അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് മനസ്സിൽ കണ്ട് തുടങ്ങിയത് കേട്ടോ. ദൈവമേ, സുനാമിയാണോ? അതിലൂടെ കടലില്ല. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാമോ? ഇതേ കാണാനില്ലല്ലോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷവും ദുഃഖവും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു സന്തോഷവും ഒരു ദുഃഖവും എന്താ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. സന്തോഷം അങ്ങനെ എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാനിപ്പോൾ, ഇത്രയും സന്തോഷിച്ച നിമിഷങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അത്രയും സന്തോഷം എനിക്ക് യൂട്യൂബ് ചാനലിൽ തുടങ്ങി നമ്മുടെ വീഡിയോസ് റീച്ചായി തുടങ്ങിയപ്പോൾ മുതലുണ്ട്. കാരണം എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഒരു പട്ടിക്കുഞ്ഞു പോലും നമ്മളെ കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ ഒരു സമയം ഉണ്ടായിരുന്നു. മീൻസ് നമ്മുടെ റിലേറ്റീവ്സ് നമ്മളെ അറിയാവുന്നവർ പോലും കണ്ടാൽ, അല്ലെങ്കിൽ എന്താ സുഖമാണോ എന്ന് പോലും ചോദിക്കാതിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ട് മാറി. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. എപ്പോൾ കണ്ടാലും നമ്മുടെ വീഡിയോസിനെ കുറിച്ച് ചോദിക്കും. എല്ലാവരും കാണാറുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും എല്ലാവരും നമ്മുടെ വീഡിയോ കാണാറുണ്ട്. അതിലൊത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമാണ്. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയാലും കുഞ്ഞു മക്കൾ മുതൽ പ്രായമായവർ വരെ, അത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ നമ്മളടുത്ത് വന്ന് യൂട്യൂബർ അല്ലേ എന്ന് ചോദിക്കും. ആ ഒരു ചോദ്യം അത് അനുഭവിച്ചാൽ മാത്രമേ അറിയാവൂ. ചേച്ചിയുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആൻറ്റിയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ മക്കളെ, അതൊരു വേറെ ലെവൽ സന്തോഷമാണ്. അപ്പം ഒരു സന്തോഷം അതാണ് കേട്ടോ, ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. സന്തോഷം ഞാൻ പറഞ്ഞു. ഇനി ദുഃഖം പറയാം. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ, ഞാൻ ഇന്നലത്തെ ദിവസം ഫുൾ എയറിലായിരുന്നു. ഇന്നലെ എന്ന് പറയുമ്പോൾ ഇന്നലല്ല, മെനിങ്ങാന്ന് നമ്മളൊരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്തായിരുന്നു. ഞാൻ പണ്ടേ എൻ്റെ വീട്ടുകാർക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വേറെ ഒന്നും പഠിക്കാൻ, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിയില്ലാത്തതൊന്നുമല്ല. അമ്മയോടെങ്കിൽ പിന്നെ കൊല്ലും. ചേച്ചി യുക്കെയൊക്കെ പോയപ്പോൾ അമ്മ പറയായിരുന്നു നിനക്ക് എന്തെങ്കിലും ജോലി അവൾ മേടിച്ച് തരും കൂടി എന്നൊക്കെ പറയും. അല്ല എന്ന് വെച്ചാൽ പോകാമല്ലോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഫ്ലൈറ്റിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ അമ്മയോട് പറയും എനിക്ക് 2 കോടി രൂപ ഒരാൾ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാലും എന്നെ ഫ്രീ ആയിട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുപോയാലും ഞാൻ കയറൂല അവസാനത്തിൽ. എനിക്ക് പേടിയാണ്. അങ്ങനെയുള്ള ഞാൻ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് ഫുൾ എയറിലായിരുന്നു. എനിക്ക് ഈ ഭയങ്കര സപ്പോർട്ട് നമ്മുടെ ചാനലിൽ തന്ന സകലമായ ആൾക്കാരും വന്നിട്ട് എനിക്ക് നെഗറ്റീവ് പറഞ്ഞു. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, പെയ്ഡ് പ്രൊമോഷനെ കൊണ്ട് ഈ പരിസരത്തേ വരുമെന്നൊക്കെ പറഞ്ഞു. എനിക്കതിൽ ഭയങ്കര വിഷമം തോന്നിയൊരു സംഭവമാണ്. വിഷമം തോന്നാൻ കാരണം വേറൊന്നും അല്ല കേട്ടോ. പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ട് എന്നെ വഴക്ക് പറഞ്ഞതിലോ അതിലൊന്നുമല്ല എനിക്ക് വിഷമം. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ തന്നെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എന്നോടും എൻ്റെ ഫാമിലിയോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് എല്ലാവരും. പെയ്ഡ് പ്രൊമോഷൻ വേണ്ട മോളെ, നമുക്ക് നമ്മുടെ ചാനലിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ മതി, പെയ്ഡ് പ്രൊമോഷൻ വേണ്ട എന്നൊക്കെ നമ്മളെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ പറഞ്ഞത്, എനിക്കറിയാം. പക്ഷേ അവർ തന്നെ വന്നിട്ട് ഇന്നത്തോട്ട് വീഡിയോ കാണൂല, പെയ്ഡ് പ്രൊമോഷൻ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ 2-3 മണിക്ക് വീഡിയോ അപ്ലോഡായി. ഞാൻ 2:30 മണി വരെ ഉണർന്നിരിക്കുക. വീഡിയോ എന്താവും കാരണം ആദ്യത്തെ പെയ്ഡ് പ്രൊമോഷനാണ്, നിങ്ങൾ എങ്ങനെ അത് സ്വീകരിക്കും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അന്ന് 2-2:30 മണിക്ക് ഞാൻ ഉറക്കമുണ്ട്. ഞാൻ അന്നത്തെ രാത്രി കൂടി ഉറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് ടെൻഷൻ, എനിക്ക് എന്തെങ്കിലും ആരെങ്കിലും നെഗറ്റീവോ അല്ലെങ്കിൽ വഴക്കൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരാളായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് വിഷമം വരും, ഞാൻ പെട്ടെന്ന് കാര്യം. അന്നത്തെ ദിവസം രാവിലെ എനിക്ക് അറിയാവുന്ന സകലമായ ആൾക്കാരെ ഞാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് പറയും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, എന്ത് ചെയ്യുക, എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ എല്ലാവരും പറഞ്ഞു പോട്ടെ, സാരമില്ല, അത് പോട്ടെ, അത് അവർ പറഞ്ഞോട്ടെ, അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ വിഷമം വേറൊന്നുമില്ല. ഈ പറഞ്ഞ നിങ്ങളൊക്കെ തന്നെ എന്നോട് പറയുന്നു നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, നന്നായിട്ട് വീട് വെച്ച് നല്ല രീതിയിൽ കണ്ണനും രാജിക്കുട്ടിയും മക്കളൊക്കെ ആയിട്ട് അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ ഡെയിലി എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇടുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പെയ്ഡ് പ്രൊമോഷനും ഒന്നും ചെയ്യാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഒരു ലൈഫ് എനിക്കുണ്ടാവില്ല. 100% ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം, ഉണ്ടാവില്ല.
കാരണം ഞാൻ ഇടുന്ന ഒരു വീഡിയോയ്ക്ക് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് ഒരു ദിവസം കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള പൈസ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 രൂപയോ 40 രൂപയോ അല്ലെങ്കിൽ ഒരു 50 രൂപ, അതിൽ കൂടുതലില്ല. അതാണ് എനിക്ക് ഒരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടാൽ കിട്ടുന്നത്. ലോങ് വീഡിയോ ഇട്ടാൽ അത്യാവശ്യം പൈസ ഒരു 100 രൂപ 200 രൂപ കിട്ടും. പക്ഷേ ലോങ് വീഡിയോ ഇട്ടാൽ നമ്മുടെ വീഡിയോ അങ്ങനെ ഓടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത്. പിന്നെ വീഡിയോ ഓടാത്തതല്ല പ്രശ്നം, എൻ്റെ ഫോൺ എൻ്റെ ഒരു പൊട്ട ഫോണായിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതിനകത്താണ് എഡിറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 6 മിനിറ്റിൽ കൂടുതലുള്ള ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ശബ്ദം ഉണ്ടാവില്ല, പിന്നെ ബേ പൊട്ടങ്കളിയായിരിക്കും. അതുകൊണ്ട് അത് എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോ ഇടാതെ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് വരുമാനം എന്നുള്ള സംഭവം കിട്ടുന്നില്ല. ഞാനിപ്പോൾ നിങ്ങൾ നല്ല വീഡിയോസ് വേണമെന്ന് പറയുന്നു. നിങ്ങളുടെ മുമ്പിൽ ഒരു നല്ല വീഡിയോ ഞാൻ കൊണ്ടുവരണം. അതിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഒരു മീനിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ, നമുക്ക് നല്ലൊരു മീൻ മേടിക്കണമെങ്കിൽ 400 രൂപ വേണം. ഞാൻ ആ 400 രൂപ മോൻ്റെ കുടുക്കയ്ക്കകത്ത് നിങ്ങൾ തപ്പിപ്പറക്കി എടുത്തുകൊണ്ട് മീൻ മേടിച്ച് വീഡിയോ ഇട്ട് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ എനിക്ക് അതിനകത്ത് കിട്ടുന്നത് 30 രൂപയായിരിക്കും. ബാക്കി 370 രൂപ ഗോവിന്ദ. അപ്പോൾ അതൊക്കെ കൂടിയാണ് ഞാൻ ഈ പെയ്ഡ് പ്രൊമോഷൻ കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതലുള്ള എല്ലാവരുടെയും സംശയമാണ്. ഞാനത് കുറേ പ്രാവശ്യം ക്ലിയർ ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടെ പറയാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറൊരു വീടും ഇല്ലേ എന്നുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒരുപാട് വീടുകളുണ്ട്. ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ. കാരണം ഇത് എൻ്റെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. പുറകുവശത്ത് വേറെ വീടുകളൊന്നുമില്ല. അതേ കണ്ടോ, ഫുള്ള് റബ്ബർ മരങ്ങളും കണ്ടുവിടല്ലേ? ഫുള്ള് കാണിച്ചില്ല കേട്ടോ. ഇതേ കണ്ടോ, ഫുള്ള് റബ്ബർ മരങ്ങളാണ്. അപ്പോൾ വീടിൻ്റെ പുറകുവശത്ത് ഫുള്ള് മരങ്ങളാണ്. ഫ്രണ്ടിൽ, ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് വീടുകളാണ്. റോഡ് സൈഡ് നമ്മളിങ്ങനെ പോകുന്ന വഴി മൊത്തവും വീടുകളാണ്. ഇവിടെ മുതൽ അങ്ങ് ഞങ്ങളുടെ ജംഗ്ഷൻ വരെ വീടുകളുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എന്നുള്ളതാണ്. ഹസ്ബൻഡിൻ്റെ പേര് ഞാൻ കണ്ണെന്നാണ് പറയാൻ വന്നത് കേട്ടോ. ഹസ്ബൻഡിൻ്റെ റിയൽ നെയിം അനിൽകുമാർ എന്നാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിക്കൂനൻ സിനിമയിൽ കുഞ്ഞിക്കൂനൻ പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ സ്വന്തമായിട്ട് വിമൽകുമാർ എന്ന് വിളിക്കുമെന്ന് പറയും പോലെ പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് നെയിമെല്ലാം അനിൽകുമാർ എന്നാണ്. പുള്ളിയെ നാട്ടിൽ എല്ലാവരും വിളിക്കുന്നത് ഉണ്ണീന്നാണ്. ഞാൻ വിളിക്കുന്നത് കണ്ണൻ എന്നാണ്. പിന്നെ കണ്ണൻ ഇപ്പോൾ താമസിക്കുന്നിടത്ത് എല്ലാവരും വിളിക്കുന്നത് മനു എന്നാണ്. അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ. യഥാർത്ഥ പേര് അനിൽകുമാർ എന്നാണ് കേട്ടോ, ഉണ്ണിയല്ല, അനിൽകുമാർ എന്നാണ്. പുള്ളിയുടെ ജോബ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ജോലി റബ്ബർ ടാപ്പിംഗ് ആണ്. പിന്നെ നമ്മുടെ മറ്റേ മെഷീൻ വെച്ചിട്ട് പോച്ച, കാട്, പുല്ല്, ഇങ്ങനെ 3 പറഞ്ഞത് പല നാട്ടിൽ പല പേരാണ് പറയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് വെട്ടാൻ വേണ്ടി പോവും, തെങ്ങ് കയറാൻ വേണ്ടി പോവും, എല്ലാ ജോലിക്കും പോവും. പിന്നെ പുള്ളി നേരിട്ട് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റില്ല. പുള്ളി അങ്ങനെയോട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പുള്ളിക്ക് ഇങ്ങനെ നേരെ നിർത്തി, കാരണം അവിടെ നിന്ന് ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കണ്ണന് ഭയങ്കര നാണക്കേടാണ് കേട്ടോ. കണ്ണൻ പറയും എൻ്റെ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയും. കണ്ണന് ഇത്ര പോലും കണ്ണൻ ക്യാമറയുടെ മുമ്പ് വരില്ലായിരുന്നു. കണ്ണന് ഭയങ്കര നാണമുള്ള ഒരാളാണ്. അതുകൊണ്ട് കണ്ണൻ ഈ വീഡിയോയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഫുൾ സപ്പോർട്ടാണ്, നമ്മുടെ ചാനലിന് ഫുൾ സപ്പോർട്ടാണ് പുള്ളിക്കാരൻ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, ചേച്ചി എങ്ങനെയാണ് UK പോയെന്നാണേ? ഫ്ലൈറ്റിൽ, അല്ലാതെ അങ്ങനെ. ചേച്ചി പോയത്, ചുമ്മാ പറഞ്ഞേട്ടോ, സീരിയസ് എടുക്കല്ലേ. ചേച്ചി പോയത്, ചേച്ചി നഴ്സാണേ, അങ്ങനെ നഴ്സിങ്ങിൻ്റെ ജോബിന് വേണ്ടി ചേച്ചി പോയതാണ്. പിന്നെ ചേച്ചിക്ക് രാജിയെയോ കണ്ണൻ ചേട്ടനെയോ സ്പോൺസർ ചെയ്യാൻ പറ്റില്ലേന്ന്. ചേച്ചി തന്നെ അവിടെ വേറെ ആരുടെ സ്പോൺസർഷിപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ എങ്ങനെ ചേച്ചി എന്നെ സ്പോൺസർ ചെയ്യും? പിന്നെ അതുകൊണ്ടൊന്നുമല്ല, എന്തു പറയുക, കണ്ണനും എനിക്കും പുറത്തോട്ട് അങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് പോയി അങ്ങനെ നിൽക്കുന്നത് താല്പര്യമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും നമുക്കതൊന്നും ശരിയാവില്ല. നമുക്ക് പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഉഴുന്നോടെയൊക്കെ കഴിച്ച് അതൊക്കെയാണ് നമ്മുടെ ലോകം. പിന്നെ നമ്മുടെ പിള്ളേർ അങ്ങനെയൊക്കെ പോയാൽ മതി കേട്ടോ. എനിക്കങ്ങനെ പുറത്ത് പോകണം, അവിടെ ചെന്ന് ജോലി ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. പിന്നെ എല്ലാവരും കൂടെ പുറത്ത് പോയാലോ, അമ്മ അച്ഛനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ചേച്ചി ഇപ്പോൾ അവിടെ അല്ലേ. അപ്പോൾ അമ്മയ്ക്ക് അച്ഛനും പെട്ടെന്ന് ഒരു പനി വന്നാലോ ഒരു അസുഖം വന്നാലോ ആര് നോക്കും? 2 പെൺപിള്ളേരാണ്, 2 പേര് 2 സ്ഥലത്തായാലോ. അപ്പോൾ അവരെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ടൊന്നല്ല എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയുണ്ടോ. അത് വിറ്റിട്ട് പുട്ടടിക്കണമെന്നല്ല കേട്ടോ. അതല്ല ഏറ്റവും വലിയ ആഗ്രഹം. ഇതൊക്കെ തന്നെയാണ് ജോലി, പ്രത്യേകിച്ച് ഒരു ജോലിയില്ല മക്കളെ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജോലി. വീട്ടു ജോലിക്ക് വരെ പോയിട്ടുണ്ട് കേട്ടോ. അതിൽ പറയുന്നത് നമുക്ക് തെറ്റൊന്നുമില്ലല്ലോ, നാണക്കേട് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഫ്രീ ആയിട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുപോയാലും ഞാൻ കയറൂല അവസാനത്തിൽ. എനിക്ക് പേടിയാണ്. അങ്ങനെയുള്ള ഞാൻ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് ഫുൾ എയറിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, യൂട്യൂബ് റവന്യൂ കിട്ടി തുടങ്ങിയോന്നാണ്. ന്യൂ ഹൗസിൻ്റെ പ്ലാനിങ് മാത്രമേ നടക്കൂ, വയ്ക്കലൊന്നും ഉണ്ടാവില്ല. കാരണം പുള്ളിക്കാരൻ നമ്മൾ പനിയൊക്കെ വന്നാൽ മരുന്ന് കഴിക്കുന്ന മാതിരി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇവിടെ 2 മാത്രമേ ഞാനും കാണാനും ഒരുമിച്ച് അങ്ങനെ പോയിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാൽ നമുക്ക് ചിരി വരും കേട്ടോ. ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയി. എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ചേച്ചി ആ പല്ലില്ലാത്ത സാധനത്തിന് കൊടുക്കുന്നുണ്ടോ അത് സീതൂരെ? തരൂല. അയ്യോ, അവളിവിടെ ചിത്രശലഭത്തിനെ പോലെ പാറി നടക്കുവാണ്. പിന്നെ എൻ്റെ അച്ഛന് എന്ന് പറയാനാണ്, അച്ഛനും അവക്കും അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് പറ്റൂല കേട്ടോ. അവൾക്ക് അവളെ അപ്പയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അതുപോലെ തന്നെയാണ് അച്ഛനും. 2 പേരും അവൾ അപ്പക്കുട്ടിയാണ്. അച്ഛൻകുട്ടിയോ അമ്മക്കുട്ടിയൊന്നും അല്ല, അവൾ അപ്പക്കുട്ടിയാണ് കേട്ടോ. അപ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ എന്തായാലും വായിക്കണം. എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ വേറെ വീട് വെക്കുന്നത് കൊണ്ട് വാടക വീട്ടിലാണോ താമസിക്കുന്നത്?
പിന്നെ നിങ്ങളുടെ വീഡിയോസിൽ ഏകദേശം ഞാൻ കണ്ട വീഡിയോകളിലെല്ലാം ഒരു കാട്ടുമുക്കിലായി താമസിക്കുന്നത് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നിൻ്റെ താഴെ ഉള്ളതുപോലെ ആകെ കാടുള്ള സ്ഥലത്ത് പോലെ അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ മാറി താമസിച്ചു കൂടെയെന്ന്. വേറെ വീടൊന്നും വയ്ക്കുന്നുണ്ടെന്നല്ല കേട്ടോ, ഇവിടെയാണ് ജോലി, അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നു. പിന്നെ കാട്ട് എന്ന് പറഞ്ഞാൽ കാട് അങ്ങനെ ഫോറസ്റ്റ് ഏരിയ ഒന്നും അല്ല, റബ്ബറാണ്, ഫുള്ള് റബ്ബറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീടിൻ്റെ പുറകു വശമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ താഴെ ഭാഗത്താണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. മാറി താമസിച്ചൂടെയെന്ന് ചോദിച്ചാൽ ഇത് നാട്ടിൻ പ്രദേശം ആയതുകൊണ്ട് ഇവിടെ എവിടെ ചെന്ന് മാറി താമസിച്ചാലും ഇതൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. കുന്നും കാടും മൊത്തം റബ്ബറും പുഴയും ഇതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, യൂട്യൂബ് റവന്യൂ കിട്ടി തുടങ്ങിയെന്നാണ്. കിട്ടി തുടങ്ങി, അത് വലുതായിട്ടൊന്നും പുറത്ത് പറയാത്തത്, അതിന് മാത്രമുള്ള ഒന്നും കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയാത്തത്. കപ്പലണ്ടി മുട്ടായി വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയിട്ട് യൂട്യൂബ് റവന്യൂ കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ എന്തിനാണ് നിങ്ങളും കൂടെ വെറുതെ ബോറടിപ്പിക്കുന്നത് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് റവന്യൂയുടെ കാര്യം ഒന്നും മിണ്ടാത്തത്. അടുത്ത് നമുക്ക് ഒരുപാട് കമൻറ്റും വരുന്നതാണ്. പിന്നെ Q&A ചോദിച്ചതാണ് ആയൂർ എവിടെയാണ് വീടെന്ന്. ആയൂർ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പാറ എന്ന് പറയും കേട്ടോ. ആയൂർ മഞ്ഞപ്പാറയാണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് കണ്ണൻ അടൂർ എവിടെയാണെന്നാണ്. കണ്ണൻ അടൂർ ഏനാത്താണ്. അടൂർ പോണ്ട, ഇവിടെ നിന്ന് പോകുമ്പോൾ ഏനാത്ത് എന്ന് പറയും, ഏനാത്ത് തട്ടാരുപടി എന്ന് പറയും, അവിടെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂ ഹൗസ് പ്ലാൻ ഉണ്ടോ? പ്ലാനിങ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് കയ്യിൽ എൻ്റെ മോൻ പറയും പോലെ ദമ്പടി വേണം. എൻ്റെ മോൻ എപ്പോഴും പറയും ദമ്പടി ഉണ്ടാകുന്ന ചോദിക്കും. ആ സാധനം ഇല്ലാത്തിടത്തോളം ന്യൂ ഹൗസിൻ്റെ പ്ലാനിങ് മാത്രമേ നടക്കൂ, വയ്ക്കലൊന്നും ഉണ്ടാവില്ല. പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് നമ്മൾ എല്ലാ മനുഷ്യർക്കും ഒരു 10, 20, 25 വയസ്സ് കഴിയുമ്പോൾ ഉള്ളൊരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്. ഇപ്പോൾ എനിക്ക് 35 വയസ്സായി. ഈ 10 വർഷം കൊണ്ടും എൻ്റെ മനസ്സിലുള്ള പ്ലാനിങ് ആണ് വീട് വയ്ക്കുക എന്നുള്ളത്. നടന്നില്ലെന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഏട്ടനെ മിസ് ചെയ്യാറില്ലേ? ഏട്ടനെന്ന് ഉദ്ദേശിച്ചത് കണ്ണനായിരിക്കും. മിസ് ചെയ്യാറില്ല എന്ന് വെച്ചാൽ മിസ് ചെയ്യും. പിന്നെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ മിസ്സിങ് എന്ന് പറയാനില്ല. കാരണം പുള്ളിക്കാരൻ നമ്മൾ പനിയൊക്കെ വന്നാൽ മരുന്ന് കഴിക്കുന്ന മാതിരി രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രിയിൽ കൃത്യം 4 നേരവും പുള്ളി വിളിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. പിന്നെ അവിടെ ആ വീട്ടിൻ്റെ പരിസരത്തോ അവിടെ ഒരു ഇല അനങ്ങിയാൽ പുള്ളി ഇവിടെ വിളിച്ച് പറയും. ഇവിടെ ഞാനും അതുപോലെ തന്നെയാണ്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം നടന്നാൽ, അല്ലെങ്കിൽ ഒരു പുതിയ പൂച്ചക്കുഞ്ഞ് നടന്നു പോയാലും ഞാനും കണ്ണനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മിസ്സിംഗ് ഒന്നുമില്ല. പിന്നെ പുള്ളി ആഴ്ചയിൽ വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി അങ്ങനെ വീഡിയോയിൽ കാണിക്കാത്തത്, പുള്ളിക്ക് വീഡിയോയിൽ അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ വീഡിയോ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ മിസ്സിങ്ങിൻ്റെ ഒരു ഇതില്ല. പിന്നെ ഹെയർ കെയർ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന്. ഹെയർ കെയറിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ്റെ കാര്യം ഓർമ്മ വരും കേട്ടോ. ഹെയർ കെയർ എന്ന് പറയാൻ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ആകപ്പാട് ആ ഓയിൽ വന്നപ്പോൾ അതൊരു മാസം യൂസ് ചെയ്ത് നോക്കി. അല്ലാണ്ട് പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴങ്ങനെ ഒന്നും ഹെയർ കെയർ ആയിട്ടൊന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഓയിൽ യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ശീതുട്ടിക്ക് എത്ര പല്ലുണ്ടെന്ന്. 3 എണ്ണം. ഒരെണ്ണം ഇച്ചിരി ഒന്ന് താഴോട്ട് വന്നു, 2 എണ്ണം ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. എന്നാലും നന്നായിട്ട് കടി വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നെ ഒരുപാട് ഇഷ്ടമാണ്. തൻ്റെ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ ഒന്ന് പറയാമോ എന്നാണ്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല. എല്ലാവർക്കും ഉള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ്. മെയിനായിട്ടുള്ളത് നല്ലൊരു വീട് എപ്പോഴും ഒരു ആഗ്രഹമാണ്. ആഗ്രഹമല്ല, അത് സ്വപ്നം എന്ന് പറയുമ്പോൾ ഉള്ളത് നല്ലൊരു വീട് വെച്ച് എല്ലാവരും ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനിപ്പോൾ 62 വയസ്സായി, അമ്മയ്ക്ക് 60 വയസ്സാകാൻ പോകുന്നു. പക്ഷേ അവരിപ്പോഴും കഷ്ടപ്പെട്ട് വെളുപ്പിനെ 1 മണിക്ക് എനിക്ക് റബ്ബർ വെട്ടാൻ പോയിട്ട് കടങ്ങൾ തീർത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാസം ഒരു നല്ല രീതിയിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയാൽ അച്ഛനും അമ്മയും റബ്ബർ വെട്ടാൻ ഇനിയെങ്കിലും ആ കാട്ടിനകത്ത് പറഞ്ഞയക്കാതെ അവരെ വീട്ടിലിരുത്തി അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊടു ഒരു മകളെന്ന നിലയ്ക്ക് അത് ചെയ്യണമെന്നത് ഭയങ്കര ആഗ്രഹമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ ശരിയാക്കി തരാം. യൂട്യൂബിൽ നിന്ന് കാശൊന്നും കിട്ടി തുടങ്ങിയില്ലേ? വീട് പണി തുടങ്ങാൻ പ്ലാനൊന്നുമില്ലേ? പിന്നെ ഈ ഡയലോഗൊക്കെ ഏത് ഗൂഗിളിൽ നിന്ന് മോഷ്ടിച്ചതാണ്? യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടി തുടങ്ങി കേട്ടോ. പക്ഷേ അത് നമുക്കൊരു വരുമാനം ഒരിടത്ത് കിട്ടിയാൽ, അത്യാവശ്യമാണ് നല്ല വരുമാനമാണെങ്കിൽ നമുക്ക് ഒരാളിനോട് പറയാം, എനിക്ക് ഇത്ര രൂപ കിട്ടുന്നുണ്ട് കേട്ടോ എന്ന്. ഇത് അതുപോലും പറയാനില്ലാത്തതാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ സ്വയം ചെറുതാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് വരുമാനമൊന്നും പറയാത്തത്. പിന്നെ വീട് പ്ലാനിങ് ഇല്ല, കയ്യിൽ കാശില്ലാത്തവൻ വീട് പണിയുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. പിന്നെ ഈ ഡയലോഗൊക്കെ ഏത് ഗൂഗിളിൽ നിന്നാണ് മോഷ്ടിച്ചതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ ഇങ്ങനെയാണ്. കാരണം പണ്ട് ഇങ്ങനെ മിണ്ടാതെയൊക്കെ ഇരുന്നത് കൊണ്ടും ആരെന്ത് ചോദിച്ചാലും മിണ്ടൂല, പിന്നെ നോ പറയുന്നിടത്ത് നോ പറയൂല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ലൈഫിൽ ഒരുപാട് കരയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഒരുപാട് കരയേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് ലൈഫിൽ സംഭവിച്ചു. നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ടൊന്നും നമ്മളതൊന്നും അങ്ങനെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ആയത് കേട്ടോ. അല്ലാതെ ഒരിടത്തും മോഷ്ടിച്ചൊന്നുമല്ല. ഇപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് എനിക്കിഷ്ടം. കാരണം നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും
നമ്മൾ ഈ സിനിമയിൽ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ജോക്കറിലാണോ, ഈ കോമാളികൾ എപ്പോഴും മഴയത്ത് മാത്രമേ അവർ കരയാറുള്ളൂ, കരഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് കരഞ്ഞാൽ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. അല്ലാത്ത സമയം ഫുൾ ടൈം അവർ മറ്റുള്ളവർ ചിരിപ്പിച്ചുകൊണ്ട് നടക്കും. അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ ഒരിടത്ത് മോഷ്ടിച്ചൊന്നുമല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. ഒന്നും നോക്കാതെ ഞാൻ കണ്ണും പൂട്ടി പറയും, ബിരിയാണി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. കണ്ണൻ ചേട്ടനായിട്ട് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്ന്? മൂന്നാറും കന്യാകുമാരി. ഇവിടെ രണ്ടും മാത്രമേ ഞാനും കണ്ണനും ഒരുമിച്ച് അങ്ങനെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ആ 2 സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറേ പേരുടെ ഒരു ഡൗട്ടാണ്, ചേച്ചി ഹിന്ദു ഓർ ക്രിസ്ത്യൻ? ചേച്ചിയുടെ കുട്ടിയുടെ മാമോദിസ നിങ്ങൾ അമ്പലത്തിലും അപ്പോൾ ഒരു ഡൗട്ട് തോന്നി. എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ മാമോദിസ നമ്മളൊരു വീഡിയോ കാണിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് അമ്പലത്തിലും പോകും. അപ്പോൾ അത് വേറൊന്നുമല്ല, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ ക്രിസ്ത്യൻ ഫാമിലിയാണ്, ഞങ്ങൾ ഹിന്ദു ഫാമിലിയാണ്. എങ്കിലും ഞങ്ങൾ പള്ളിയിലും പോകും. എനിക്കങ്ങനെ മതപരമായിട്ട് അങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല. നമ്മളെവിടെ കയറ്റുന്നോ അവിടെ നമ്മൾ പോയിരിക്കും, അത്രയേ ഉള്ളൂ. ഒരാൾ ചോദിച്ചിരിക്കുന്നു, ഗൾഫുകാരുടെ പെട്ടി വരവ് ഇപ്പോൾ ഇല്ലേത്? അവർക്ക് എന്നും പെട്ടി ഇരുന്നാൽ മതിയോ? അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളില്ലേ. ചേച്ചി പോയിട്ടൊരു 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ചേച്ചി നാട്ടിൽ വന്നത്. അന്നേരത്ത് നമുക്ക് ആവശ്യത്തിന് സാധനങ്ങൾ കൊണ്ടു തന്നു. ഇനിയിപ്പോൾ അടുത്ത നാട്ടിൽ വരുമ്പോൾ അതുപോലെ കൊണ്ടുവരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന്. അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നുമില്ല. ഇന്ന് എന്താണോ അങ്ങനെ അങ്ങ് പോവുക. നാളത്തെ ദിവസം നമ്മൾ എത്ര പേര് അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാലത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനും ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഫ്യൂച്ചർ പ്ലാനൊന്നുമില്ല, ഇന്ന് നടക്കുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ വരുമ്പോൾ വരുന്നത് പോലെ, അത്രയേ ഉള്ളൂ. അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നത്, യൂട്യൂബിന് വേണ്ടി ചേച്ചിക്കുള്ള ടൂൾസ് എന്തൊക്കെ? റിംഗ് ലൈറ്റൊക്കെ യൂട്യൂബ് തുടങ്ങിയിട്ട് എപ്പോൾ മേടിച്ചു എന്നാണ്. യൂട്യൂബിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള ടൂൾസ് എന്ന് പറയാൻ, ഒരു സ്റ്റാൻഡുണ്ട്, ആ ഒരൊറ്റ സ്റ്റാൻഡേ ഉള്ളൂ. അത് ഇപ്പോൾ ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അത് പെൻഷൻ എഴുതി കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ഞാൻ Q&A എടുക്കാൻ വന്നപ്പോൾ ബാക്കി പകുതിയും കൂടെ പൊട്ടി. അപ്പോൾ അച്ഛൻ കുറേ സെലോ ടോപ്പ് വെച്ചിട്ട് അങ്ങനെ റാപ്പ് ചെയ്ത് ചുറ്റിക്കെട്ടിയൊക്കെ തന്നേക്കുവാണ് കേട്ടോ. പിന്നെ ഒരു റിംഗ് ലൈറ്റ് 2 എണ്ണം. ഒരെണ്ണം മേടിച്ച് എൻ്റെ മോനത് നല്ല അന്തസ്സായിട്ട് ഒടിച്ച് കൈ തന്നു. അത് കഴിഞ്ഞപ്പോൾ വേറെ ഒരെണ്ണം മേടിച്ചു, പക്ഷേ അതും ഇപ്പോൾ പൊട്ടിപ്പോയി. അതെൻ്റെ സീതുമ്മ തള്ളി താഴെ ഇട്ട് അത് പൊട്ടിപ്പോയി, വെട്ടം അടിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ഒരു ഫോണ്, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് യൂട്യൂബിന് വേണ്ടിയുള്ള ടൂൾസ് എന്ന് പറയാൻ വീഡിയോ എടുക്കാൻ വേറെ ഒന്നുമില്ല. സ്റ്റാൻഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നതെന്ന്. ഇത് കണ്ടോ, നമ്മൾ ഉടനെ തന്നെ പെൻഷൻ എഴുതി കൊടുക്കുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ചിരി വരുന്ന, എന്താണ് ഗ്ലാമറിൻ്റെ രഹസ്യമെന്ന്? അവിടെ നിന്ന് ഞാനൊന്നും പറയില്ല. ഗ്ലാമറിൻ്റെ രഹസ്യം, മിക്ക ദിവസങ്ങളിലും വൈകിട്ട് അച്ഛനെ ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ വിളിച്ചിട്ട്, അച്ഛാ വാ നമുക്ക് റോട്ടിൽ പോകാമെന്ന് വിളിച്ചിട്ട് അച്ഛൻ്റെ വണ്ടിയിൽ ഞങ്ങൾ കറങ്ങാൻ പോകുന്നു. അവിടെ നിന്ന് ഒരു ചായയും ഒരു ഉഴുന്നോടെ കഴിക്കുന്നു. അതാണ് എൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യം. എനിക്കറിയാം, എൻ്റെ കളിയാക്കിയാണെന്നൊക്കെ എനിക്കറിയാം. കയ്യിൽ വെച്ചിരുന്നാ ചേട്ടാ, കൊള്ളാനാള്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ Q&A വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, വിഷമം തോന്നരുത്. എൻ്റെ ഒരു പൊട്ട ഫോണാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിപ്പോൾ എത്ര മിനിറ്റ് വീഡിയോ ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാക്സിമം 8 മിനിറ്റ് വീഡിയോ വരെ എൻ്റെ ഫോൺ താങ്ങും. അതിൽ കൂടുതലാകുമ്പോൾ ഫോണും പറയും എനിക്ക് വയ്യേന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോൺ ഊമയായി പോകും. കാരണം എഡിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് സംഭവം ഗ്യാലറിയിലോട്ട് വരുമ്പോൾ അതിന് ശബ്ദം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഒരു ദിവസം ഫുള്ള് കംപ്ലീറ്റ് കുത്തിയിരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ശബ്ദം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളൊരു Q&A ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇട്ടു. അതിൽ ഒത്തിരി സന്തോഷം. നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആദ്യം മുതൽ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിന് ശേഷം വന്നൊരു ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെയാണ് എന്നെയും എൻ്റെ വീട്ടുകാരെയും കാണുന്നത്. എനിക്ക് നന്നായിട്ടറിയാം. അതിലേക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ Q&A വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ആക്കി ഇടുക. പിന്നെ ഓണാക്കി ഇടുക, അത്രയേ ഉള്ളൂ. ബെല്ലൈക്കൺ ഓണാക്കി ഇടുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക കമൻറ്റിലൂടെ. തെറി വിളിക്കരുത്. തെറി നിങ്ങൾ വിളിക്കില്ലെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്താൽ മാത്രമേ വന്നുള്ളൂ. അതെനിക്കറിയാം, നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് മാത്രം എനിക്കറിയാം അത് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.